മുഷിഞ്ഞ അറ്റമൊന്നു കീറിയ ആ 2000 രൂപ നോട്ടിലേക്ക് രാധിക നിസ്സഹായതയോടെ നോക്കി. അതിന്റെ കടും ചുവപ്പ് നിറം മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. നനഞ്ഞും തുടച്ചും വിയർപ്പിൽ കുതിർന്നും അതിന്റെ കടലാസ് നേർത്തുപോയിരുന്നു. ഗാന്ധിജിയുടെ ചിരിക്കു പകരം ഇതുകൊണ്ടെന്തു ചെയ്യും എന്നൊരു സഹതാപചോദ്യമാണ് ആ മുഖത്ത് നിഴലിക്കുന്നതെന്ന് അവൾക്ക് തോന്നി. അടുക്കളയിൽ നിന്നും കരിഞ്ഞ വെളിച്ചെണ്ണയുടെയും പുകയുടെയും രൂക്ഷഗന്ധം അവളുടെ മുക്കിലേക്ക് തുളച്ചുകയറി. അനിയത്തി രമ്യയുടെ കോളേജ് ഫീസ് അടയ്ക്കേണ്ട അവസാന ദിവസമാണ് നാളെ. കയ്യിലുള്ളത് ഈ ഒരൊറ്റ നോട്ട്. ഇനിയും 5000 രൂപ കൂടി വേണം. രമ്യ ഈ വീടിന്റെ ഏക പ്രതീക്ഷയാണ്. നന്നായി പഠിക്കുന്ന കുട്ടി. അവരുടെ പഠിപ്പ് മുടങ്ങിയാൽ ഈ ദാരിദ്ര്യത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് തങ്ങളെല്ലാവരും പിന്നെങ്ങനെ കരകയറും? അമ്മേ! അവരുടെ ശബ്ദം നേർത്തിരുന്നു. അത് പുറത്തു വന്നോ എന്നുപോലും അവൾ സംശയിച്ചു. അടുക്കളയിലെ പുകയുന്ന ഈറൻ വിറകുകൾ ആഞ്ഞൂതുകയായിരുന്നു ശാരദ. മുഖം തിരിച്ചു. പുകയൂരി അവരുടെ കണ്ണുകൾ ചുവന്നിരുന്നു. കണ്ണുകളിൽ നിന്ന് നിർത്താതെ വെള്ളം ചാടുന്നുണ്ടായിരുന്നു. ആ മുഖത്തും നിരാശയുടെ അതേ നിഴൽ ആഴത്തിൽ പടർന്നിരുന്നു. എന്താ മോളെ, ബാക്കി പൈസ? രാധികയുടെ ചോദ്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ആ വാക്കിന്റെ ഭാരം അവളുടെ തൊണ്ടയിൽ കുരുങ്ങി. ശാരദ ഒരു ദീർഘനിശ്വാസമെടുത്തു. ആ നിശ്വാസത്തിൽ ഒരു ദിവസത്തെ മുഴുവൻ തളർച്ചയും അടങ്ങിയിരുന്നു. അച്ഛൻ വരട്ടെ മോളെ. സന്ധ്യയാകുമ്പോൾ മരമില്ലിലെ മുതലാളി ഈ ആഴ്ചത്തെ കൂലി കൊടുക്കുമായിരിക്കും. ആ മായിരിക്കുമെന്ന വാക്കിൽ ഒരു ഉറപ്പുമില്ലെന്ന രാധികയ്ക്ക് അറിയാമായിരുന്നു. എത്രയോ മായിരിക്കുങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഒന്നുമല്ലാതായി തീർന്നിരിക്കുന്നു. അവൾ മുറിയിലേക്ക് നടന്നു. മുറി എന്നതിലുപരി അതൊരു മര മാത്രമായിരുന്നു. ഓടിട്ട മേൽക്കൂരയിൽ പലയിടത്തും ചോർച്ച തടയാൻ നീല പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചു കെട്ടിയിരിക്കുന്നു. കഴിഞ്ഞ മഴയിൽ അത് നിറഞ്ഞു കവിഞ്ഞ് പുസ്തകങ്ങളെല്ലാം നനഞ്ഞത് അവൾ ഓർത്തു. മഴ പെയ്യുമ്പോൾ അതിൽ തട്ടി ചിതറുന്ന വെള്ളത്തുള്ളികൾ താഴെ വെച്ച അലുമിനിയം പാത്രങ്ങളിലേക്ക് ഇറ്റുവീഴുന്ന ശബ്ദം രാധികയ്ക്ക് മനപ്പാടമാണ്. ചിലപ്പോൾ രാത്രിയുടെ നിശബ്ദതയിൽ അതൊരു താളം പോലെ തോന്നും. മറ്റു ചിലപ്പോൾ നെഞ്ചിൽ പെരുമ്പറ കുട്ടുന്നതുപോലെയും. ചുമരുകളിലെ സിമന്റ് അടർന്നുപോയ വിടവുകളിലൂടെ പുറത്തെ ചാറ്റൽ മഴയുടെ തണുപ്പ് അരിച്ചു കയറുന്നു. ആ തണുപ്പ് അവരുടെ എല്ലുകൾക്കുള്ളിലേക്ക് തുളച്ചു കയറുന്നതുപോലെ അവൾക്ക് തോന്നി. രാധികയ്ക്ക് 28 വയസ്സ് തികഞ്ഞിരുന്നു. സൗന്ദര്യക്കുറവുകൊണ്ടല്ല, ദാരിദ്ര്യമെന്ന ഒറ്റ കാരണം കൊണ്ടാണ് അവളുടെ ജീവിതം ഇങ്ങനെയായത്. അവൾക്ക് താഴെ വിവാഹപ്രായമെത്തിയ രമയും 24, അതിനു താഴെ ശാലിനിയും 22, പിന്നെ പഠിക്കുന്ന ഈ അനിയത്തിയും രമ്യയും 19. 4 പെൺമക്കൾ. അച്ഛന്റെയും അമ്മയുടെയും നടുവൊടിക്കാൻ അത് തന്നെ ധാരാളമായിരുന്നു. അവളുടെ പല ആലോചനകളും മുടങ്ങിപ്പോയത് ഈ വീടിന്റെ ഈ അവസ്ഥ കണ്ടാണ്. വരുന്നവർക്ക് വേണ്ടത് പണവും പ്രതാപവുമാണ്, അല്ലാതെ അടുക്കും ചിട്ടയുമുള്ള എല്ലാം സഹിക്കുന്ന ഒരു പെണ്ണിനെയല്ല. പെണ്ണ് നല്ലതാണ്, പക്ഷേ ആ പക്ഷയിൽ എല്ലാം അവസാനിക്കും. അവൾ ആ കീറിയ നോട്ടിലേക്ക് വീണ്ടും നോക്കി. തന്റെ ജീവിതം പോലെ തന്നെയായിരുന്നു അതും. വൈകുന്നേരം അച്ഛൻ ഗോപി വന്നപ്പോൾ പതിവിലും ക്ഷീണിതനായിരുന്നു. മരമില്ലിലെ ഈർച്ചവാളിന്റെ ഈർച്ചപ്പൊടിയും മരപ്പൊടിയും അടിച്ച് അയാളുടെ ചുമ കൂടിയിട്ടുണ്ട്. അതൊരു വരണ്ട ചുമയായിരുന്നു. ശ്വാസകോശത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള ശബ്ദം. വാതിൽ തുറന്നതും രമ്യയാണ് ചോദിച്ചത്, അച്ഛാ, പൈസ കിട്ടിയോ? നാളെയാ ലാസ്റ്റ് ഡേറ്റ്. പ്രിൻസിപ്പൽ വിളിച്ചിരുന്നു. ഗോപി മറുപടി പറയാതെ മുഖം തുടച്ചു. ആ തോർത്തിൽ വിയർപ്പും മരപ്പൊടിയും കലർന്നിരുന്നു. എന്നിട്ട് മുറ്റത്തെ കിണ്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് കാലു കഴുകി. ചെളിപുരണ്ട ആ കാലുകളിലെ വിണ്ടുകീറിയ ഉപ്പൂറ്റികളിലേക്ക് രാധിക നോക്കി. അയാളുടെ ഓരോ ചലനവും പതിവിലും ഭാരമുള്ളതാണെന്ന് അവൾ ശ്രദ്ധിച്ചു. ഒടുവിൽ അയാൾ ഉമ്മരത്തെ ദ്രവിച്ചു തുടങ്ങിയ ചൂരൻ കസേരയിലേക്കിരുന്നു. ആ കസേര ഒന്ന് ഞരങ്ങി. മുതലാളിയെ കണ്ടില്ല മോളേർ. ആള് ടൗണിൽ പോയേക്കുവാ. നാളെ നോക്കാം. അതൊരു പച്ചക്കള്ളമാണെന്ന് രാധികയുടെ ഹൃദയം പറഞ്ഞു. അച്ഛൻ കള്ളം പറയുമ്പോൾ അമ്മയുടെ മുഖത്ത് നോക്കാറില്ല. ഇപ്പോൾ അച്ഛൻ നോക്കുന്നത് മുറ്റത്തെ ഇരുട്ടിലേക്കാണ്. അച്ഛന്റെ കയ്യിൽ പണമില്ല. നാളെ അനിയത്തിയുടെ പഠിപ്പ് മുടങ്ങും. ചിലപ്പോൾ ഈ വർഷം തന്നെ നഷ്ടമാകും. രമ്യയുടെ മുഖം വാടുന്നത് കണ്ട് ശാരദ വേഗം പറഞ്ഞു, നീ ചെല്ലു മോളെ, ചായ എടുക്ക്. അച്ഛൻ കുളിച്ചിട്ട് വരട്ടെ. നാളെ എന്തെങ്കിലും വഴിയുണ്ടാകും. രമ്യ നിറകണ്ണുകളോടെ അകത്തേക്ക് പോയി. ആ രാത്രി ആ വീട്ടിൽ ആരും ശരിക്കുറങ്ങിയില്ല. പുറത്ത് മഴ ശക്തിപ്പെട്ടു. പ്ലാസ്റ്റിക് ഷീറ്റിൽ തട്ടി വെള്ളം ചിതർന്ന ശബ്ദം പതിവിലും ഉച്ചത്തിലായി. അപ്പുറത്തെ മുറിയിൽ അച്ഛൻ ചുമയ്ക്കുന്നതും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതും രാധിക കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മ പതുക്കെ തേങ്ങുന്ന ശബ്ദവും അവൾ കേട്ടു. അവൾ കണ്ണുകൾ അടച്ചു കിടന്നു. ഇരുട്ടിൽ അവരുടെ മനസ്സ് പല വതിക്കും പാഞ്ഞു. അടുത്ത വീട്ടിലെ സുമതിക്ക് വന്ന ആലോചന. 10 പവൻ സ്വർണത്തിന്റെ കണക്കു പറഞ്ഞ് അത് മുടങ്ങിയത്. തയ്യൽക്കടയിൽ നിന്നും ബ്ലൗസ് തയ്ക്കുമ്പോൾ കിട്ടുന്ന തുച്ഛമായ വരുമാനം. എല്ലാം അവളുടെ മനസ്സിലൂടെ കടന്നുപോയി.
ഈ കടലിൽ നിന്നും എന്തെങ്കിലും ഒരു മോചനമുണ്ടാകുമോ? അതോ തന്റെ അനിയത്തിമാരും ഈ ഇരുട്ടിൽ തന്നെ ഒടുങ്ങുമോ? പിറ്റേന്ന് രാവിലെ ഗോപി മരമില്ലിൽ എത്തിയപ്പോൾ തന്നെ നെഞ്ചിലൊരു ഭാരമുണ്ടായിരുന്നു. ഇന്നലെ മകളോട് പറഞ്ഞ കള്ളം അയാളെ വേട്ടയാടി. മുതലാളിയെ കണ്ടിരുന്നു, പക്ഷേ അയാൾ കൈമലർത്തുകയാണ് ചെയ്തത്. ഗോപി കണക്കൊക്കെ ശരിയാക്കണം, തൽക്കാലം പറ്റുതരില്ല, കമ്പനി നഷ്ടത്തിലാ, പഴയ പോലെ കച്ചവടമില്ല എന്ന് തീർത്തു പറഞ്ഞു. ഇന്നെന്ത് ചെയ്യുമെന്നോർത്ത് ഈർച്ചവാളിന്റെ കാതടപ്പിക്കുന്ന ശബ്ദത്തിനിടയിൽ നിൽക്കുമ്പോഴാണ് മാനേജർ വന്നു പറഞ്ഞത്, ഗോപിയേട്ടനെ മുതലാളി മുറിയിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. ഗോപി നെഞ്ചുടിപ്പോടെ ആ മുറിയിലേക്ക് നടന്നു. വലിയ തേക്കുമേശയ്ക്ക് പിന്നിലെ കറങ്ങുന്ന കസേരയിൽ മാധവൻ മേനോൻ ഇരിക്കുന്നു. മുറിയിൽ തണുപ്പായിരുന്നു. ഫാനിന്റെ കാറ്റ് ഗോപിയുടെ വീർപ്പ് തുടച്ചു. മാധവൻ മേനോൻ വലിയൊരു കണക്ക് പുസ്തകത്തിൽ എന്തോ കുത്തിക്കുറിക്കുകയാണ്. ഇരിക്കു ഗോപി. അയാൾ ഭയഭക്തിയോടെ മുന്നിലെ സ്റ്റൂളിലിരുന്നു. ആ സ്റ്റൂളിന് 3 കാലേ ഉണ്ടായിരുന്നുള്ളൂ. നിനക്കെന്നെ വിശ്വാസമുണ്ടോ? ആദ്യത്തെ ചോദ്യം തന്നെ ഗോപിയെ ഞെട്ടിച്ചു. എന്താ മുതലാളി അങ്ങനെ ഒരു ചോദ്യം? 15 വർഷമായി ഞാൻ അങ്ങയുടെ കൂടെയല്ലേ? അങ്ങയുടെ ഉപ്പും ചോറും തിന്നല്ലേ ജീവിക്കുന്നത്? എന്റെ മക്കൾക്കൊരു വറ്റുകെട്ടുന്നത് അങ്ങ് തരുന്നതുകൊണ്ടല്ലേ? മാധവൻ മേനോൻ ഒന്ന് നിശ്വസിച്ചു. പേന അടച്ചുവെച്ച് അയാൾ ഗോപിയുടെ കണ്ണുകളിൽ നേരിട്ട് നോക്കി. ആ നോട്ടം തുളച്ചു കയറുന്നതായിരുന്നു. എന്റെ മൂത്ത മോന്റെ കാര്യം നിനക്കറിയാമല്ലോ, സുരേഷ്. അവനൊരു അസ്വസ്ഥതയുണ്ട്. ഡോക്ടർമാർ പലതും പറയുന്നു. എന്നാലും അവനൊരു ജീവിതം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവനൊരു തുണ, അവനൊരു കുടുംബം. ഗോപിക്ക് കാര്യം പിടികിട്ടിയില്ല. മുതലാളി, ഞാൻ വളച്ചുകെട്ടി പറയുന്നില്ല. നിന്റെ മൂത്ത മോടെ രാധികയെ എനിക്ക് മരുമകളായി തന്നൂടെ ഗോപി? ആളുകൾ പറയുന്ന പോലെ അവനൊരു ഭ്രാന്തനൊന്നുമല്ല. ചില നേരത്തെ ഒരു ചിന്തകൾ, അത്രയുള്ളൂ. അത് മരുന്ന് കഴിച്ചാൽ മാറും. അവനൊരു പാവമാണ്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ല. ഈ ബന്ധം നടന്നാൽ അതൊരു ബന്ധമായി മാത്രം ഞാൻ കാണില്ല, അതൊരു സഹായമായിരിക്കും. നിന്റെ ബാക്കി മക്കളുടെ കാര്യവും രമ്യയുടെ ഫീസും നിന്റെ കടങ്ങളും എല്ലാം ഞാൻ നോക്കിക്കോളാം. നിന്റെ പെൺമക്കളെ നല്ല നിലയിൽ കെട്ടിച്ചയക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഗോപിയുടെ തലയ്ക്കകത്ത് 1000 ഈർച്ചവാളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് പോലെ തോന്നി. അയാൾ അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയി. തന്റെ മകളെ, തന്റെ പൊന്നുമകളെ ഒരു ഭ്രാന്തന്, നാട്ടുകാർ പാതിവട്ടനെന്ന് വിളിക്കുന്ന സുരേഷിന്. ഗോപി, മുതലാളി, അത് എന്റെ മോള്. അവൾക്ക്... ഗോപിയുടെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. ശബ്ദം പുറത്തുവന്നില്ല. നീ പേടിക്കണ്ട, മാധവൻ മേനോൻ തുടർന്നു. ആളുകൾ പറയുന്ന പോലെയുള്ള അസുഖമൊന്നുമില്ല. വർഷത്തിൽ 1 or 2 പ്രാവശ്യം ഒരു ബഹളം, അത്രയുള്ളൂ. അത് മരുന്ന് കഴിച്ചാൽ മാറും. അവനൊരു പാവമാണ്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ല. ഈ ബന്ധം നടന്നാൽ അതൊരു ബന്ധമായി മാത്രം ഞാൻ കാണില്ല, അതൊരു സഹായമായിരിക്കും. നിന്റെ ബാക്കി മക്കളുടെ കാര്യവും രമ്യയുടെ ഫീസും നിന്റെ കടങ്ങളും എല്ലാം ഞാൻ നോക്കിക്കോളാം. നിന്റെ പെൺമക്കളെ നല്ല നിലയിൽ കെട്ടിച്ചയക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഗോപിക്ക് തല കറങ്ങുന്നതുപോലെ തോന്നി. ഇതൊരേ സമയം ഒരു വാഗ്ദാനവും ഒരു കെണിയുമാണ്. തന്റെ മകളുടെ ജീവിതം പണയപ്പെടുത്തി മറ്റുള്ളവരുടെ ഭാവി സുരക്ഷിതമാക്കുക. ഒരു മകളെ ബലി കൊടുത്ത് ബാക്കി 3 പേരെ രക്ഷിക്കുക. എന്തുതരം അച്ഛനാണ് താൻ? മുതലാളി, എനിക്കൊന്നും പറയാൻ. താനൊന്നും പറയണ്ട. വീട്ടിൽ ചെന്ന് ഭാര്യയോടും മോളോടും ചോദിക്ക്. അവരുടെ സമ്മതം എനിക്ക് വേണം. എന്നിട്ട് നാളെ എന്നോട് മറുപടി തന്നാ മതി. മാധവമേനോൻ മേശവലിപ്പിൽ നിന്ന് 1 കെട്ട് 500 രൂപ നോട്ടുകളെടുത്തു. അതിൽ നിന്ന് കുറച്ചെണ്ണി ഗോപിക്ക് നേരെ നീട്ടി. ഇത് മോളുടെ ഫീസിന് വെച്ചോ. 10,000 ഉണ്ട്. ബാക്കി ഞാൻ ശരിയാക്കാം. ആ പണം വാങ്ങുമ്പോൾ ഗോപിയുടെ കൈകൾ വിറച്ചു. അതിന് കനമില്ലായിരുന്നു. പക്ഷെ അയാളുടെ കൈ പൊള്ളുന്നതുപോലെ തോന്നി. അത് കൂലിയല്ല, തന്റെ മകളുടെ ജീവിതത്തിന്റെ അഡ്വാൻസാണ്, അവളുടെ വിലയാണെന്ന് അയാൾക്ക് തോന്നി. അന്ന് രാത്രി ഗോപിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കിട്ടിയ കാശുകൊണ്ട് രമ്യയുടെ ഫീസ് അടച്ചു. അവൾ സന്തോഷത്തോടെ കോളേജിൽ പോയി. പക്ഷെ ആശ്വാസത്തേക്കാൾ വലിയൊരു ഭാരമായിരുന്നു അയാളുടെ നെഞ്ചിൽ. അത്താഴം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ കിടന്നപ്പോൾ അയാൾ ശാരദയോട് കാര്യം പറഞ്ഞു. എന്താണ് ചേട്ടാ നിങ്ങളീ പറയുന്നത്? ഒരു ഭ്രാന്തനെക്കൊണ്ട് നമ്മുടെ മോളെ കെട്ടിക്കണമെന്നോ? ശാരദ പൊട്ടിത്തെറിച്ചു. അവരുടെ ശബ്ദം അറിയാതെ ഉയർന്നുപോയി. ശാരദേ, പതുക്കെ, മക്കൾ കേൾക്കും. നീ ചൂടാകാതെ. അയാൾ നല്ല മനുഷ്യനാണ്. നമ്മളെ സഹായിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. 28 വയസ്സായില്ലേ നമ്മുടെ മോൾക്ക്? ഇളയവൾക്കും പ്രായം കഴിഞ്ഞു തുടങ്ങി. നമ്മൾ എന്തു ചെയ്യും? ഈ ഓലപ്പുഴയിലേക്ക് ആരു വരാനാ? നമ്മുടെ മക്കളുടെ ഭാവി. നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഗോപിയുടെ ശബ്ദമിടറി. എന്നാലും ചേട്ടാ, നമ്മുടെ മോളെ ഒരു ഭ്രാന്തന്റെ കൂടെ പറഞ്ഞയച്ച്
നമുക്ക് മനസ്സമാധാനത്തോടെ ഇവിടെ ഇരിക്കാൻ കഴിയുമോ? പാവമല്ലേ നമ്മുടെ മോള്. അവൾക്കിത്തിരി ചോറ് കുറഞ്ഞാലും സാരമില്ല. സമാധാനത്തോടെ ഇവിടെ കഴിഞ്ഞോട്ടെ. എനിക്കെന്റെ മോളെ തീയിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ വയ്യ. ശാരദയുടെ കണ്ണുകൾ നിറഞ്ഞു. ദിവസം 700 രൂപ കൂലിപ്പണിക്കാരനായ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ശാരദേ? ഈ ചുമയും വലിച്ചോണ്ട് ഇനി എത്ര നാൾ? നീ നമ്മുടെ മോളോടൊന്ന് ചോദിക്ക്. അവരുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. നമ്മൾ നിർബന്ധിക്കണ്ട. ഗോപി മുഖം പൊത്തി. വാതിലിന്റെ മറവിൽ പതിവ് പോലെ അച്ഛനുള്ള ചായയുമായി വന്ന രാധിക ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ കൈകൾ വിറച്ചു. ചായക്കട്ട് നിലത്തു വീഴാതെ അവൾ ഭിത്തിയിൽ ചാരി നിന്നു. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകി. പ്രാന്തൻ, സഹായം, 28 വയസ്സ്, അനിയത്തിമാർ. ഓരോ വാക്കും അവളുടെ നെഞ്ചിൽ തറച്ചു. അച്ഛന്റെയും അമ്മയുടെയും നിസ്സഹായത അവൾക്ക് കാണാമായിരുന്നു. താൻ കാരണം അച്ഛൻ അനുഭവിക്കുന്ന അപമാനം, അമ്മയുടെ കണ്ണുനീർ. വാതിലിന്റെ പുറത്തുനിന്നുള്ള നേർത്ത തേങ്ങൽ കേട്ടാണ് ശാരദ അങ്ങോട്ട് നോക്കിയത്. മോളെ. രാധിക മുഖം പൊത്തിപ്പിടിച്ചു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന മകളെ ശാരദ ചേർത്തുപിടിച്ച് അവ രണ്ടുപേരുടെയും ഇടയിലിരുത്തി. ഗോപിക്ക് മകളുടെ മുഖത്ത് നോക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അയാൾ തല കുനിച്ചിരുന്നു. മോള്, ഞങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടോ? ശാരദ അവളുടെ മുടിയിൽ തലോടി. അവളൊന്ന് മൂളി. മോളെ, അതൊരാലോചന, അത്രേ ഉള്ളൂ. അവർക്ക് അച്ഛൻ വാക്കുകൊടുത്തിട്ടൊന്നുമില്ല. മോൾക്കിഷ്ടമില്ലാത്തതൊന്നും നമ്മൾക്ക് വേണ്ട. മോൾ കരയണ്ട. നമുക്ക് വിധിച്ചത് സമയമാകുമ്പോൾ വന്നോളും. അമ്മ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ വാക്കുകളിലെ പൊള്ളത്തരം രാധിക തിരിച്ചറിഞ്ഞു. രാധിക അച്ഛന്റെയും അമ്മയുടെയും തളർന്ന മുഖത്തേക്ക് മാറി മാറി നോക്കി. പിന്നെ പതുക്കെ അടുത്ത മുറിയിലേക്ക് നടന്നു. അവിടെ മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ തന്റെ അനിയത്തിമാർ നാളെയെക്കുറിച്ച് വേവലാതികളില്ലാതെ കെട്ടിപ്പിടിച്ചുറങ്ങുകയാണ്. രമ്യയുടെ പുസ്തകങ്ങൾ തലേണയ്ക്കരികിൽ ചിതറിക്കിടക്കുന്നു. അവരുടെ ഉറങ്ങുന്ന മുഖങ്ങളിലേക്ക് അവൾ കുറേ നേരം നോക്കി നിന്നു. താൻ കാരണം ഇവരുടെ ഭാവി കൂടി ഇരുട്ടിലാകരുത്. തനിക്കിനി എന്തു ഭാവി? പക്ഷെ അവർ അങ്ങനെയല്ല, അവൾ മനസ്സിലുറപ്പിച്ചു. തിരികെ വന്ന അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ നിന്നുകൊണ്ട് അവൾ പറഞ്ഞു, ഞാനെല്ലാം കേട്ടു. എനിക്ക് സമ്മതമാണ്. മോളെ. ഗോപിയും ശാരദയും ഒരുമിച്ച് ഞെട്ടി. നീ എന്താ പറഞ്ഞത്? വെപ്രാളത്തിലൊന്നും പറയണ്ട മോളെ. ഗോപി പറഞ്ഞു. അല്ല അച്ഛാ, ഞാൻ ആലോചിച്ച് തന്നെയാ പറഞ്ഞത്. എന്റെ ജീവിതം ഇങ്ങനെയായിരിക്കും ഈശ്വരൻ വിധിച്ചത്. ഞാൻ കാരണം എന്റെ അനിയത്തിമാരുടെ ജീവിതം കൂടി തകരരുത്. അച്ഛൻ അവർക്ക് വാക്ക് കൊടുത്തോളൂ. അവളുടെ ശബ്ദം നേരിയതായിരുന്നു. പക്ഷെ അതിലൊരു തീരുമാനത്തിന്റെ ഉറപ്പുണ്ടായിരുന്നു. ശാരദ വാവിട്ട് കരഞ്ഞുപോയി. ഗോപി മകളെ കെട്ടിപ്പിടിച്ച് നിരുകയിൽ ഉമ്മ വെച്ചു. ആ നിമിഷം ആ അച്ഛൻ മകളുടെ മുന്നിൽ തോറ്റുപോവുകയായിരുന്നു. തന്റെ മകളുടെ ത്യാഗത്തിനു മുന്നിൽ താൻ ഒന്നുമല്ലാതെ തീർന്നതുപോലെ അയാൾക്ക് തോന്നി. ആഘോഷങ്ങളില്ലാത്ത നിശബ്ദമായ ഒരു കല്യാണച്ചടങ്ങായിരുന്നു അത്. അടുത്ത ബന്ധുക്കൾ മാത്രം. അമ്പലത്തിൽ വെച്ചൊരു താലിക്കെട്ട്. രാധിക ചുമന്ന പട്ടുസാരിയെടുത്ത് മുല്ലപ്പൂ വച്ചിരുന്നു. പക്ഷെ ആ മുഖത്ത് സന്തോഷമുണ്ടായിരുന്നില്ല. ഒരുതരം മരവിപ്പായിരുന്നു. കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾക്ക് തന്നെ അപരിചിതയായി തോന്നി. സുരേഷ് ഒരു വെള്ള മുണ്ടും ഷർട്ടും ധരിച്ച് ഒന്നിനോടും താൽപ്പര്യമില്ലാത്ത ഭാവത്തിൽ നിന്നു. താലിക്കെട്ടുമ്പോഴും അവൻ അവരുടെ മുഖത്തേക്ക് നോക്കിയില്ല. അവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ബന്ധുക്കൾ അവന് സുഖമില്ല എന്നടക്കം പറയുന്നത് രാധിക കേൾക്കുന്നുണ്ടായിരുന്നു. പാവം പെൺകൊച്ച്, എന്ത് കണ്ടിട്ടാണോ എന്തോ. ആരോ സഹതപിച്ചു. അവരുടെ അനിയത്തിമാർ ജതിച്ചാരി മൂലയിൽ നിന്നിരുന്നു. ഇനി എന്തു വന്നാലും മോള് സഹിക്കണം. അതൊരു പുണ്യമായി കരുതിയാ മതി. ഈശ്വരൻ കൈവിടില്ല. അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശാരദ മകളുടെ കാതിൽ പറഞ്ഞു. രാധിക മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾ തന്റെ അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ചപ്പോൾ മാത്രമാണ് അവളുടെ കണ്ണൊന്ന് നിറഞ്ഞത്. കല്യാണം കഴിഞ്ഞ് കാർ സുരേഷിന്റെ വലിയ തറവാട്ട് വീട്ടിലേക്ക് നീങ്ങുമ്പോൾ രാധിക ആദ്യമായി ആ വീട് കണ്ടു. വലിയ ഇരുമ്പ് ഗേറ്റ് കടന്ന് കാർ മുറ്റത്തേക്ക് കയറി. തന്റെ ഓലപ്പുരയുമായി താരതമ്യം ചെയ്യാനാവാത്തത്ര വലിപ്പമുള്ള, പ്രതാപം വിളിച്ചോതുന്ന ഒരു വീട്. മുറ്റം നിറയെ കാറുകൾ, ബന്ധുക്കൾ. അവൾക്കത് അത്ഭുതത്തേക്കാൾ ഏറെ ഭയമാണ് തോന്നിയത്. ഈ വലിയ വീട്ടിൽ, ഈ അപരിചിതരുടെ ഇടയിൽ മനസ്സ് കൈവിട്ടുപോയ ഒരാളുടെ ഭാര്യയായി ഞാൻ എങ്ങനെ ജീവിക്കും? വണ്ടിയിറങ്ങി അവളെ വരവേൽക്കാൻ വന്നവരുടെ മുഖങ്ങളിൽ സഹതാപവും പുച്ഛവും കലർന്നിരുന്നു. കാറിൽ നിന്നിറങ്ങിയ സുരേഷ് ആരെയും നോക്കാതെ നേരെ വീടിന്റെ പടികൾ കയറി അകത്തേക്ക് പോയി. അവൻ അങ്ങനെയാ, മോളൊന്നും വിചാരിക്കരുത് എന്ന് മാധവമേനോൻ പറഞ്ഞു. രാധികയുടെ നെഞ്ചു പിടഞ്ഞു. അവൾ വലതുകാൽ വെച്ച് നിലവിളക്ക് വാങ്ങി ആ വലിയ വീടിന്റെ ഉമ്മറപ്പടിയിലേക്ക് കയറുമ്പോൾ തന്റെ ജീവിതത്തിന്റെ പുതിയൊരു അധ്യായം തുടങ്ങുകയാണെന്ന് അവൾക്കറിയാമായിരുന്നു.
അത് സന്തോഷത്തിൻ്റെതാണോ ദുഃഖത്തിൻ്റെതാണോ എന്ന് മാത്രം അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വീടിനകത്തേക്ക് കാലെടുത്തു വെച്ച രാധിക അക്ഷരാർത്ഥത്തിൽ അമ്പരന്നുപോയി. നടുമുറ്റവും തേക്കുതടിയിൽ കൊത്തിയെടുത്ത തൂണുകളും മുകളിലേക്ക് കയറിപ്പോകുന്ന വീതിയേറിയ പടികളും വിലകൂടിയ ഫർണിച്ചറുകളും. അവൾ ഒരത്ഭുതജീവിയെ എന്ന പോലെ ബന്ധുക്കൾ അവളെ തുറിച്ചുനോക്കി. പണത്തിനു വേണ്ടി എന്തിനും തയ്യാറാവുന്നവർ. ആരോ അടക്കം പറയുന്നത് അവളുടെ കാതിൽ തുളച്ചു കയറി. അവളുടെ തല കുനിഞ്ഞുപോയി. അപ്പോഴാണ് സുരേഷിന്റെ അമ്മ ജാനകി സ്നേഹത്തോടെ അടുത്തേക്ക് വന്നത്. അവർ വെളുത്ത് പ്രായത്തിന്റെ അവശതകളുണ്ടെങ്കിലും ഐശ്വര്യമുള്ള മുഖമുള്ള ഒരു സ്ത്രീയായിരുന്നു. മോളെ രാധിക, വാ. അവർ അവളുടെ കൈ പിടിച്ചു. ആ കൈകൾക്ക് അവളുടെ അമ്മയുടെ കൈകളുടെ സ്നേഹമുണ്ടായിരുന്നു. ആ സ്പർശനത്തിൽ രാധികയ്ക്ക് അല്പം ആശ്വാസം തോന്നി. ഞാൻ സുരേഷിന്റെ അമ്മയാണ്, ജാനകി. ഇവര് രണ്ടാളും സുരേഷിന്റെ അനിയന്മാരുടെ ഭാര്യമാരാണ്, രമ, ഉഷ. സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് വില കൂടിയ പട്ടുസാരി ഉടുത്ത രമയും ഉഷയും അവളെ ഒരു പുച്ഛത്തോടെ നോക്കി ചിരിച്ചു. ആ ചിരിയിൽ പരിഹാസം നിറഞ്ഞിരുന്നു. ആഹാ, ഇതാണല്ലേ ആള് എന്ന് ഉഷ പറഞ്ഞത് രാധിക വ്യക്തമായി കേട്ടു. അവർ പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് പുറത്തേക്കു പോയി. ജാനകി അമ്മയുടെ മുഖം വാടിപ്പോയി. മോള് പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. എന്റെ മോനൊരു പാവമാണ് കേട്ടോ. അവന് ഒരു കുടുംബം ഉണ്ടായിക്കാണാൻ ഈ അമ്മ ഒരുപാട് നേർച്ചകളും വഴിപാടുകളും നടത്തിയിട്ടുണ്ട്. അവന്റെ താഴെയുള്ള രണ്ടാൾക്കും കുട്ടികളായി. ജാനകി അമ്മയുടെ ശബ്ദമിടറി. എന്റെ മോൾക്ക് ഒരു കുറവും വരാതെ അമ്മ നോക്കിക്കോളാം. ഇതാണ് നിന്റെ മുറി, അകത്തേക്ക് ചെന്നോളൂ. അവർ അവളെ ഒരു വലിയ മുറിയുടെ വാതിൽക്കലേക്ക് നയിച്ച് വാതിൽ പതുക്കെ ചാരി. മുറി കണ്ടപ്പോൾ രാധികയ്ക്ക് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. അവളുടെ വീടിനേക്കാൾ വലിപ്പമുണ്ടായിരുന്നു ആ മുറിക്ക്. വലിയ കട്ടിൽ മുല്ലപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒരു വശത്ത് വലിയൊരു അലമാര, മറുവശത്ത് കണ്ണാടിയുള്ള മേശ. പക്ഷേ ആ മുറിക്ക് ഒരുതരം തണുപ്പായിരുന്നു. ജനലുകൾ അടഞ്ഞുകിടന്നു. മുല്ലപ്പൂവിന്റെ മണം തലയ്ക്ക് പിടിക്കുന്നതുപോലെ അവൾക്ക് തോന്നി. ഇന്ന് തന്റെ ആദ്യ രാത്രിയാണ്. സ്വപ്നങ്ങളും മോഹങ്ങളും എന്നോ കെട്ടടങ്ങിയ തനിക്കും ഒരാദ്യ രാത്രി. അവൾ പ്രാർത്ഥിച്ചു, തന്റെ കുടുംബത്തിനു വേണ്ടി എല്ലാം സഹിക്കാനുള്ള കരുത്ത് തരണേ ഈശ്വര. അവൾ ആ മുറിയിലൂടെ പതുക്കെ നടന്നു. അവൾക്കായി കൊണ്ടുവച്ച ആഭരണപ്പെട്ടികൾ തുറന്നു നോക്കാൻ അവൾക്ക് തോന്നിയില്ല. അവൾ ആ മുറിയുടെ ഒരു മൂലയിലുള്ള കസേരയിൽ സാരിത്തുമ്പുകൊണ്ട് മുഖം മറച്ച് ഭയത്തോടെ ഇരുന്നു. എന്തു ചെയ്യണം, എന്തു സംഭവിക്കുമെന്നറിയാതെ അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. മണിക്കൂറുകൾ കടന്നുപോയി. പുറത്തെ ബഹളങ്ങൾ ഒതുങ്ങി. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് അവൾ ഞെട്ടി മുഖമുയർത്തിയത്. സുരേഷ്. അവളെ കണ്ടതും അയാളൊന്നു പതറി. അവൾ അവിടെ ഇരിക്കുന്നത് അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തോന്നു. പിന്നെ അവളെ ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ കട്ടിലിൽ ചെന്ന് തിരിഞ്ഞുകിടന്നു. രാധികയുടെ നെഞ്ച് ഭയങ്കരമായി ഇടിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ ആ മൂലയിൽ തന്നെ ഭയത്തോടെയിരുന്നു. സമയം ഇഴഞ്ഞു നീങ്ങി. പുറത്തെ ബന്ധുക്കളുടെ ബഹളം നേർത്തുനേർത്തില്ലാതായി. മുറിയിൽ ഘടികാരത്തിന്റെ സൂചി ചലിക്കുന്ന ശബ്ദം മാത്രം. തോളിൽ ഒരു കൈ പതിഞ്ഞപ്പോഴാണ് അവൾ ഉറക്കിൽ നിന്നും ഞെട്ടിയുണർന്നത്. അവൾ അറിയാതെ മയങ്ങിപ്പോയിരുന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ സുരേഷ് അവളെ തന്നെ നോക്കി നിൽക്കുന്നു. അവൾ പേടിയോടെ എഴുന്നേറ്റു. രാധികേ. എന്റെ ശബ്ദം ശാന്തമായിരുന്നു. നിനക്കും എന്നെ പേടിയാണോ? അവൾ എന്തു പറയണമെന്നറിയാതെ നിന്നു. ഇല്ല, അവൾ കള്ളം പറഞ്ഞ് തലയാട്ടി. അവനൊന്നു ചിരിച്ചു. ആ ചിരിയിൽ വേദനയുണ്ടായിരുന്നു. നീ എന്തിനായി കല്യാണത്തിന് സമ്മതിച്ചത്? എന്റെ കൂടെ കൂടി നിന്റെ ജീവിതം കൂടി പാഴാക്കണമായിരുന്നോ? അച്ഛനോട് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് എനിക്ക് കല്യാണം വേണ്ട എന്ന്. ഞാൻ ഏതായാലും ഇങ്ങനെയായി, ഒരു പെണ്ണിനെ കൂടി കഷ്ടപ്പെടുത്തണ്ട എന്ന്. അവന്റെ വാക്കുകൾ രാധികയിൽ ഭയത്തിനു പകരം അമ്പരപ്പും സഹതാപവുമാണുണ്ടാക്കിയത്. അവൾ ഇങ്ങനെയൊരു സംഭാഷണം പ്രതീക്ഷിച്ചിരുന്നില്ല. നീ ഇവിടെ ഇരിക്കുന്നതെന്തിനാ? കട്ടിലിൽ കയറി കിടന്നോളൂ. അവൻ അലമാരയിൽ നിന്നൊരു വിരിപ്പെടുത്ത് കട്ടിലിനും താഴെ നിലത്ത് വിരിച്ചു. ഞാൻ ഒന്നും ചെയ്യില്ല, എന്നെ പേടിക്കണ്ട. അവൻ അവിടെ കിടന്നു. അവൾ എന്തു ചെയ്യണമെന്നറിയാതെ അവനെ തന്നെ നോക്കിയിരുന്നു. ഒടുവിൽ അവൾ പതുക്കെ കട്ടിലിന്റെ ഒരു അറ്റത്ത് ചെന്നിരുന്നു. ആ മുറിയിലെ പൂക്കളുടെ മണം അവളെ ശ്വാസം മുട്ടിച്ചു. അവനെ നോക്കിയിരുന്നുകൊണ്ട് തന്നെ അവൾ ആ രാത്രി വെളുപ്പിച്ചു. പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് രാധിക അടുക്കളയിലേക്ക് ചെന്നു. അവളുടെ വീട്ടിലെ ചെറിയ അടുക്കളയുമായി താരതമ്യം ചെയ്യുമ്പോൾ അതൊരു കൊട്ടാരം പോലെ തോന്നി. ആധുനിക സൗകര്യങ്ങളെല്ലാമുണ്ട്. രമയും ഉഷയും നേരത്തെ തന്നെ അവിടെയുണ്ട്. അവരെ സഹായിക്കാനായി 2 ജോലിക്കാരുമുണ്ട്. രാധികയെ കണ്ടതും രമയും ഉഷയും പരസ്പരം നോക്കി ചിരിക്കാൻ തുടങ്ങി. എന്താ രമേച്ചി, ഇന്നലെ മുറിയിൽ നിന്ന് ബഹളമൊന്നും കേട്ടില്ല?
ഉഷ ജോലിക്കാരി കേൾക്കെ തന്നെ ചോദിച്ചു. എന്തു നടക്കാൻ? ആളെ കണ്ടില്ലേ? ചവിട്ടും കുത്തും കൊള്ളാൻ ഒരു നേർച്ചക്കോഴി, അത്രേ ഉണ്ടാകൂ. ചേട്ടൻ ഇന്നലെ അസുഖം കുറവായിരുന്നെന്ന് തോന്നുന്നു. രമ ഉറക്കെ ചിരിച്ചു. സങ്കടവും അപമാനവും ഉള്ളിലൊതുക്കി രാധിക അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി അവരെ കൂടുതൽ ചൊടിപ്പിച്ചു. അമ്മേ, നോക്കിയേ, പുതിയ മരുമകള് അടുക്കള കാണാൻ വന്നേക്കുന്നു. ഉഷ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ജാനകിയമ്മ ഒരു കാപ്പിയുമായി അങ്ങോട്ട് വന്നു. മോളെന്തിനാ ഇത്ര നേരത്തെ വന്നേ? കുറച്ചുകൂടെ കിടക്കാമായിരുന്നില്ലേ? സാരമില്ല അമ്മേ, എനിക്ക് ശീലമുണ്ട്. എന്നാ മോള് ചായ വെച്ചോ. സുരേഷിന് കടുപ്പം കുറച്ച് മധുരം ഇത്തിരി കൂട്ടി വേണം, ജാനകിയമ്മ പറഞ്ഞു. കടുപ്പം കുറയ്ക്കണ്ട, നല്ല കടുപ്പത്തി തന്നെ കൊടുത്തോ. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലല്ലോ, ആ ക്ഷീണം മാറട്ടെ. രമയുടെ പരിഹാസം തുടർന്നു. രാധിക ഒന്നും മിണ്ടാതെ ചായയുണ്ടാക്കാൻ തുടങ്ങി. ജാനകിയമ്മ നിസ്സഹായയായി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ വീട്ടിലെ ഭരണം മുഴുവൻ രമയുടെയും ഉഷയുടെയും കയ്യിലാണെന്ന് രാധികയ്ക്ക് മനസ്സിലായി. അവൾ പതിയെ ആ വീടിന്റെ രീതികൾ പഠിച്ചു തുടങ്ങി. പരിഹാസങ്ങളെ അവൾ മൗനം കൊണ്ടും പുഞ്ചിരി കൊണ്ടും നേരിട്ടു. ദിവസങ്ങൾ കടന്നുപോയി. രാധിക സുരേഷനായി ചായയുമായി മുറിയിൽ ചെല്ലുമ്പോൾ മിക്കവാറും അയാൾ ഉറങ്ങുകയാവും, അല്ലെങ്കിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാവും. അവൾ ചായ മേശപ്പുറത്തു വെച്ച് തിരികെ പോരും. അവൻ അവളോട് സംസാരിച്ചില്ല. അവൾ അങ്ങോട്ടുമൊന്നും ചോദിച്ചില്ല. ആ മുറിയിൽ അവർ രണ്ട് അപരിചിതരെ പോലെ കഴിഞ്ഞു. മുറിയിൽ ഒതുങ്ങിക്കൂടിയിരുന്ന അവനെ പുറത്തിറക്കാൻ ജാനകിയമ്മ ശ്രമിക്കുമെങ്കിലും അവൻ കൂട്ടാക്കില്ല. എനിക്ക് വിശക്കുന്നില്ല അമ്മേ എന്നൊരു മറുപടിയിൽ എല്ലാം ഒതുക്കും. അച്ഛൻ മാധവമേനോൻ രാവിലെ മില്ലിലേക്കും കടയിലേക്കും പോകും. അനിയന്മാരും അവരുടെ കൂടെ പോകും. വീട്ടിൽ ജാനകിയമ്മയും രാധികയും പിന്നെ അവളെ ഭരിക്കുന്ന രമയും ഉഷയും അവരുടെ മക്കളും മാത്രം. രമയുടെയും ഉഷയുടെയും മക്കൾ പോലും സുരേഷിന്റെ മുറിയുടെ അടുത്തേക്ക് പോകില്ല. അവിടെ ഭ്രാന്തമാമനുണ്ട്, അടുത്തുപോയാൽ കൊല്ലും എന്നവർ പരസ്പരം പറയുന്നത് രാധിക കേട്ടു. സ്വന്തം മക്കളെപ്പോലും അവർ അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത്. അത് അവളുടെ മനസ്സിൽ മുറിവുണ്ടാക്കി. ഒരു ദിവസം രാവിലെ ചായയുമായി ചെല്ലുമ്പോൾ സുരേഷ് പതിവുപോലെ ജനലിനരികിൽ നിൽക്കുകയായിരുന്നു. പുറത്തെ പ്ലാവിലെ ഇലകൾ കാറ്റിലാടുന്നത് നോക്കി നിൽപ്പാണ്. അവന്റെ മനസ്സായ ഇലകൾ പോലെ എങ്ങോട്ടോ പാറിപ്പോയിരുന്നു. ചായ, അവൾ പതുക്കെ പറഞ്ഞു. അവൻ ഞെട്ടിത്തിരിഞ്ഞു. പിന്നെ പതിയെ വന്ന് ചായ വാങ്ങി. ഒരു കവിൾ കുടിച്ചു. അവൾ തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ അവൻ ചോദിച്ചു, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിനക്ക് നിന്റെ വീട്ടിൽ പോയിക്കൂടെ? ഇവിടെ എല്ലാവരും എന്നെ കളിയാക്കുന്ന പോലെ നിന്നെയും കളിയാക്കും. രാധിക നിന്നു. അവൾ അവന്റെ അടുത്തേക്ക് വന്നു. ഇതെന്റെ വീടല്ലേ എന്നവൾ തിരിച്ചു ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞില്ല. ചായക്കപ്പിലേക്ക് നോക്കിയിരുന്നു. ചേട്ടാ, നിങ്ങൾ പണിക്കൊന്നും പോകാറില്ലേ? അവൻ ധൈര്യം സംഭരിച്ചു ചോദിച്ചു. അവൻ അവളെ തുറിച്ചു നോക്കി. ആ നോട്ടത്തിൽ ദേഷ്യമായിരുന്നില്ല, സങ്കടമായിരുന്നു. പോയിരുന്നു. മരം മില്ലിലും കടയിലുമൊക്കെ പോകാറുണ്ടായിരുന്നു. അവിടെയുള്ളവർക്കെല്ലാം എന്നെ പേടിയാണ്. ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് അവർ അച്ഛനോട് കള്ളം പറയും. കണക്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റിച്ചാൽ ഭ്രാന്തന് കണക്കെങ്ങനെ അറിയാമെന്ന് അവർ ചിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പോകാറില്ല. അവൻ തുടർന്നു. ഇവിടെയും എല്ലാവർക്കും എന്നെ പേടിയാണ്. അമ്മയും അച്ഛനും മാത്രമേ എന്നോട് മിണ്ടാറുള്ളൂ. ഇപ്പോൾ നീയും. അവന്റെ ശബ്ദം നിഷ്കളങ്കമായിരുന്നു. എനിക്ക് ചേട്ടൻ ഇഷ്ടമാണോ? പെട്ടെന്നാണ് അവളത് ചോദിച്ചത്. അവനൊന്ന് ചിരിച്ചു. ആ ചിരിയിൽ അതിയായ വേദനയുണ്ടായിരുന്നു. എനിക്കെല്ലാവരെയും ഇഷ്ടമാണ്, പക്ഷേ ആർക്കും എന്നെ ഇഷ്ടമല്ല. എന്നാൽ ഞാനൊരു കാര്യം പറഞ്ഞാൽ ചേട്ടൻ കേൾക്കുമോ? അവനൊന്ന് മൂങ്ങി. ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നു. ഇവിടെ എല്ലാവർക്കും നിങ്ങളോടൊരു പുച്ഛമാണ്. നിങ്ങളിവിടുത്തെ വലിയ മോനല്ലേ? നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ അച്ഛന്റെ കച്ചവടം? ബഹുമാനം കാണിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരുന്നൂടെ? അതുകൊണ്ട് വീട്ടിൽ അടഞ്ഞിരിക്കാതെ നിങ്ങളും ജോലിക്ക് പോകണം. സ്വന്തമായി 4 കാശുണ്ടാക്കണം. ഭർത്താവ് ജോലിയെടുത്തുകൊണ്ടുവരുന്ന ആ പണം കൊണ്ടാണ് ഭാര്യയെ നോക്കേണ്ടത്. അച്ഛന്റെ സമ്പാദ്യത്തിൽ നിന്ന് തിന്നും കുടിച്ചും ഞാനിവിടെ നിൽക്കുന്ന കാലത്തോളം അവർ ഇനിയും നിങ്ങളെയും കൂടെ എന്നെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. എനിക്കത് കേട്ടു നിൽക്കാൻ വയ്യ. അവൾ അവന്റെ മുഖത്തേക്ക് ആഴത്തിൽ നോക്കി. നിങ്ങൾ എനിക്ക് വേണ്ടി ജോലിക്ക് പോവില്ലേ? ആ ചോദ്യം അവനിലൊരു ഞെട്ടലുണ്ടാക്കി. എനിക്ക് വേണ്ടിയെന്ന വാക്ക് അവൻ ആദ്യമായി കേൾക്കുകയായിരുന്നു. എല്ലാവരും അവനോട് എന്തെങ്കിലും ചെയ്യരുതെന്ന് പറയുമ്പോൾ അവൾ അവനോടൊരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നു, അതും അവൾക്ക് വേണ്ടി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ ആ ചോദ്യത്തിനു മുന്നിൽ, ആ നോട്ടത്തിനു മുന്നിൽ അവൻ പതുക്കെ തലയാട്ടി. പോകാം. അന്ന് ഉച്ചയ്ക്ക് എല്ലാവരും ഊണ് കഴിക്കാനിരിക്കുമ്പോൾ പതിവില്ലാതെ സുരേഷ് പടികൾ ഇറങ്ങി വന്നു. രമയും ഉഷയും ഭക്ഷണം വിളമ്പുകയായിരുന്നു. സുരേഷിനെ കണ്ടതും അവർ പരസ്പരം നോക്കി. ജാനകിയമ്മയുടെ മുഖം വിടർന്നു. മോനെ സുരേഷേ, വാ, അമ്മ ചോറ് വിളമ്പാം. അവനൊന്നും മിണ്ടാതെ വന്ന് അച്ഛന്റെ അടുത്തുള്ള കസേരയിലിരുന്നു. രമയും ഉഷയും അത്ഭുതത്തോടെ അവനെ നോക്കി. അച്ഛാ, ഞാനും നാളെ മുതൽ മില്ലിലേക്ക് വരുന്നു. കയ്യിലെ ഉരുളയുമായി മാധവമേനോൻ ഞെട്ടിത്തെറിച്ചു നിന്നു. അദ്ദേഹം സന്തോഷം കൊണ്ട് വിറച്ചുപോയി. നീ എന്താ പറഞ്ഞത് മോനെ?
ഞാനും മില്ലിലേക്ക് വരാം, അച്ഛനെ സഹായിക്കാൻ, അവൻ നിലത്തേക്ക് നോക്കി പറഞ്ഞു. മാധവമേനോന്റെ കണ്ണുകൾ നിറഞ്ഞു. വാ മോനെ വാ, നീ വരണം, അച്ഛൻ തനിച്ചായിപ്പോയി, എല്ലാം നീയല്ലേ നോക്കി നടത്തേണ്ടത്. അദ്ദേഹം മകന്റെ പുറത്ത് തട്ടി. വർഷങ്ങൾക്ക് ശേഷം അച്ഛന്റെ കൂടെ മില്ലിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന മകനെ കണ്ട് ജാനകിയമ്മ അടുക്കളയുടെ വാതിൽക്കൽ നിന്ന് ആനന്ദാശ്രം പൊഴിച്ചുകൊണ്ട് മരുമകളെ നോക്കി. മുകളിലെ മുറിയുടെ വാതിൽക്കൽ രാധിക നിൽക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ പതിവില്ലാതെ അടുക്കളയിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന തന്റെ മകനെ കണ്ട ആ അമ്മയുടെയും അച്ഛന്റെയും സന്തോഷത്തിന് അതിരില്ലായിരുന്നു. രാധിക അവന് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. സുരേഷ് എല്ലാവരുമായി ചേർന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആ വീട്ടിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഇത് രമയ്ക്കും ഉഷയ്ക്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇവൾ വന്ന് എല്ലാം നശിപ്പിച്ചു. ഇത്രയും നാൾ അടങ്ങിക്കിടന്ന ഭ്രാന്തിപ്പോൾ എഴുന്നേറ്റു. അതെ, ഇനി സ്വത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ ഭ്രാന്തനും ഒരു ഓഹരി വെക്കേണ്ടി വരും. എല്ലാം ഇവൾ കാരണമാ. നോക്കിക്കോ, ഇവളുടെ ഭരണമായിരിക്കുമോ ഇനി ഇവിടെ? അവർ ഭയന്നു. സുരേഷിന്റെ പെരുമാറ്റത്തിൽ കാര്യമായ പുരോഗതി കണ്ടു തുടങ്ങി. അവൻ എല്ലാ ദിവസവും അച്ഛനോടൊപ്പം മില്ലിൽ പോയി വന്നു. വൈകുന്നേരങ്ങളിൽ അവൻ രാധികയോട് അവിടുത്തെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ആദ്യമൊന്നും അവൾക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ അവൾ ക്ഷമയോടെ കേട്ടിരുന്നു. അവൾ അവനു വേണ്ടി കണക്കുകൾ എഴുതാൻ സഹായിച്ചു. വൈകുന്നേരങ്ങളിൽ അവർ മുറ്റത്ത് നടക്കാൻ തുടങ്ങി. അവൻ തോട്ടത്തിലെ ചെടികളെക്കുറിച്ച് പറഞ്ഞു. ഇടയ്ക്കെപ്പോഴോ അവൻ അറിയാതെ ചിരിച്ചു. അവൻ ചിരിക്കുന്നത് കണ്ടപ്പോൾ രമയും ഉഷയും അത്ഭുതപ്പെട്ടു. രാധികയ്ക്ക് പ്രതീക്ഷ വന്നു. ഈ മനുഷ്യനൊരു പാവമാണ്. സ്നേഹവും പരിഗണനയും കിട്ടിയാൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരും. അവർക്കിടയിലെ അപരിചിതത്വം പതിയെ മാഞ്ഞു. അവൾ അവനോട് അടുക്കളയിലെ വിശേഷങ്ങളും അവൻ മില്ലിലെ വിശേഷങ്ങളും പങ്കുവച്ചു. ഒരു വൈകുന്നേരം അവൻ അവർക്കായി ഒരു ചെമ്പകപ്പൂ പൊട്ടിച്ചുകൊണ്ടുവന്നുകൊടുത്തു. ഈ സമയത്താണ് രാധികയുടെ അനിയത്തി രമയുടെ കല്യാണം ഉറപ്പിച്ചത്. മാധവമേനോൻ നേരിട്ടിടപെട്ടാണ് ഒരു നല്ല ആലോചന കൊണ്ടുവന്നതും കല്യാണത്തിന്റെ പകുതി ചെലവേറ്റതും. രാധികയ്ക്ക് അച്ഛനോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര നന്ദി തോന്നി. അതിന്റെ ഒരുക്കങ്ങൾക്കായി രാധികയ്ക്ക് കുറച്ചു ദിവസങ്ങൾക്ക് സ്വന്തം വീട്ടിലേക്ക് പോകേണ്ടി വരും. പോകാനൊരുങ്ങുമ്പോൾ സുരേഷിന്റെ മുഖം വാടി. അവൻ മുറിയിൽ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നീ പോണോ രാധേ? പോയിട്ട് വേഗം വരണം. നീ ഇല്ലാതെനിക്കിവിടെ. അവൻ വാക്കുകൾ പൂർത്തിയാക്കിയില്ല. ഞാൻ വേഗം വരാം ചേട്ടാ. അനിയത്തിയുടെ കാര്യമല്ലേ? വെറും 3 ദിവസം. കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഉടനെ ഇങ്ങു വരും. വേഗം വരണം. അവന്റെ വാക്കുകളിൽ അവളെ പിരിയാനുള്ള മടി വ്യക്തമായിരുന്നു. അവൾ പോയാൽ വീണ്ടും താൻ ഒറ്റയ്ക്കാവുമോ എന്നവൻ ഭയന്നു. ഞാൻ വാക്ക് തരുന്നു എന്നാണ് അവൾ പറഞ്ഞത്. രാധിക വീട്ടിലെത്തി 3-ാം ദിവസം. അനിയത്തിയുടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളുടെ തിരക്കിലായിരുന്നു എല്ലാവരും. സന്തോഷം കൊണ്ട ഓലപ്പുര വീർപ്പുമുട്ടുന്നുണ്ടായിരുന്നു. അന്നു വൈകുന്നേരം ഗോപി മില്ലിൽ നിന്ന് വന്നത് വലിയൊരു ആദിയോടെയാണ്. മാധവമേനോൻ അദ്ദേഹത്തെ വിളിപ്പിച്ചിരുന്നു. സുരേഷിന് അസുഖം തിരികെ വന്നു. മോളെ, നീയിപ്പോ അങ്ങോട്ട് പോകണ്ട, അവിടെ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്. ഗോപി മകളോട് മറച്ചുവെക്കാൻ ശ്രമിച്ചു. എന്തുപറ്റി അച്ഛാ? ചേട്ടൻ എന്തുപറ്റി? ഞാൻ രാവിലെ വിളിച്ചപ്പോ അമ്മ ഫോണെടുത്തില്ല. രാധികയുടെ നെഞ്ചു പിടഞ്ഞു. അവൾ പോന്ന അന്നുമുതൽ രമയും ഉഷയും സുരേഷിനെ ഒറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങിയിരുന്നു എന്ന് അവൾ പിന്നീടാണ് അറിഞ്ഞത്. അവൾ പോയ ദിവസം രാത്രി അവൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ അവർ അവനോട് പറഞ്ഞു, അവൾ നിന്നെ ഉപേക്ഷിച്ചു പോയതാടാ, ഇനി വരില്ല. നിന്നെപ്പോലൊരു ഭ്രാന്തന്റെ കൂടെ അവൾ ജീവിക്കില്ല. അവൾക്കും അവളുടെ വീട്ടുകാർക്കും പണം മതിയായിരുന്നു, അത് കിട്ടിയില്ലേ? അനിയത്തിയുടെ കല്യാണം നടത്താൻ ഇനി അവൾ വരില്ല. അവർ നിരന്തരം അവനോടിത് പറഞ്ഞുകൊണ്ടിരുന്നു. നീ ഇനി പഴയ പോലെ ആ മുറിയിൽ ഒറ്റയ്ക്ക് കിടന്നോ എന്ന് പറഞ്ഞ് ചിരിച്ചു. ആ വാക്കുകൾ അവന്റെ മനസ്സിന്റെ താളം തെറ്റിച്ചു. അവൻ മുറിയിൽ കയറി വാതിലടച്ചു. ഭക്ഷണം കഴിച്ചില്ല. രാധികയെ കാണാതെ, അവരുടെ വാക്കുകൾ കേട്ട് അവന്റെ മനസ്സ് വീണ്ടും പഴയ ഇരുട്ടിലേക്ക് വീണു. അച്ഛന്റെ വാക്കുകൾക്ക് വഴങ്ങാതെ രാധിക നിർബന്ധം പിടിച്ചപ്പോ, എന്റെ ചേട്ടൻ എന്തുപറ്റിയെന്ന് അച്ഛൻ പറയണം. നിവൃത്തിയില്ലാതെ അച്ഛൻ അവളെയും കൊണ്ട് സുരേഷിന്റെ വീട്ടിലേക്ക് ചെന്നു. ആ തറവാട്ട് വീട് അടുക്കുംതോറും രാധികയുടെ നെഞ്ചിടിപ്പ് കൂടി വന്നു. ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ വീട് ഭയാനകമായി നിശബ്ദമായിരുന്നു. എപ്പോഴും ബഹളം വയ്ക്കുന്ന കുട്ടികളെപ്പോലും പുറത്തു കാണാനില്ല. ഉമ്മറത്ത് ആരുമില്ല. അമ്മേ! രാധിക അകത്തേക്ക് ഓടിക്കയറി. ഹാളിൽ മാധവമേനോൻ തലയ്ക്ക് കൈകൊടുത്തിരിക്കുന്നു. ജാനകിയമ്മ ഒരു തൂണിൽ ചാരി നിന്ന് തേങ്ങുന്നു. അനിയന്മാരും രമയും ഉഷയും ഭയന്നു വിറച്ചൊരു മൂലയിൽ നിൽപ്പുണ്ടായിരുന്നു. മുകളിലെ മുറിയിൽ നിന്നും സാധനങ്ങൾ വലിച്ചെറിയുന്നതിന്റെയും അലറിക്കരയുന്നതിന്റെയും ഭീകരമായ ശബ്ദം കേൾക്കാം. ചില്ലുകൾ പൊട്ടിച്ചിതർന്ന ശബ്ദം. മോളെ, നീ വരണ്ടായിരുന്നോ? ജാനകിയമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്തുപറ്റി അമ്മേ? നീ പോയതിൽ പിന്നെ അവൻ ആകെ അസ്വസ്ഥനായിരുന്നു. ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. ഇന്നു രാവിലെ മുതൽ ബഹളം തുടങ്ങി. മുറിയിൽ കയറി വാതിലടച്ചു. ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ല.
അനിയന്മാർ വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോ അവൻ 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 വെട്ടുകുത്തിയുമായി ഞങ്ങളെ കൊല്ലാൻ വന്നു, അനിയൻ ഭീതിയോടെ പറഞ്ഞു. അവന്റെ കണ്ണിൽ ചെകുത്താനായിരുന്നു. ഞങ്ങൾ വാതിൽ പുറത്തുനിന്നും പൂട്ടി. അവന് ഭ്രാന്ത് മൂത്തു. അവിടുത്തെ കാഴ്ച കണ്ടതും രാധിക വാവിട്ട് കരഞ്ഞു. മുകളിലെ മുറിയുടെ വാതിൽ പുറത്തുനിന്നും വലിയൊരു ഓടാമ്പൽ വെച്ച് പൂട്ടിയിരിക്കുന്നു. അകത്ത് സുരേഷിന്റെ ആർത്തട്ടഹസിക്കുന്ന, ഇടയ്ക്ക് കരയുന്ന ശബ്ദം. കരഞ്ഞുകൊണ്ട് മുറിയുടെ അടുത്തേക്ക് ചെന്ന രാധികയെ സുരേഷിന്റെ അനിയന്മാർ തടഞ്ഞു. ചേച്ചി, അങ്ങോട്ട് പോകരുത്, അവൻ ഉപദ്രവിക്കും. അവന്റെ കയ്യിൽ വെട്ടുകുത്തിയുണ്ട്. മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നും വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ കൊണ്ടുപോയിക്കോളും. എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, എനിക്കിത് കണ്ട് സഹിക്കാൻ വയ്യ. എന്റെ ചേട്ടനാ അത്. നിങ്ങളെന്തിനാ വാതിൽ പുറത്തുനിന്നും പൂട്ടിയത്? അവനൊരു മൃഗമാണോ? അവരെ തള്ളിമാറ്റി അവൾ ആ ഓടാമ്പൽ വലിച്ചുമാറ്റി. വാതിൽ തുറന്ന് അകത്ത് കയറി. മുറി മുഴുവൻ നശിപ്പിക്കപ്പെട്ടിരുന്നു. കട്ടിൽ കുത്തിക്കീറിയ നിലയിൽ, കണ്ണാടി പൊട്ടിച്ചിതറിയിരിക്കുന്നു. അതിൽ ചവിട്ടി സുരേഷിന്റെ കാലിൽ നിന്നും രക്തമൊലിക്കുന്നുണ്ട്. മുഖത്തും കൈകളിലും രക്തം പുരണ്ട്, മുടി പാറിപ്പറത്തി, ഒരു വെട്ടുകുത്തിയുമായി ഒരു ഭീകരരൂപിയെപ്പോലെ സുരേഷ് മുറിയുടെ മൂലയിൽ നിന്നു. അവൻ അലറിക്കൊണ്ട് വെട്ടുകുത്തിയുമായി അവളുടെ അടുത്തേക്ക് പാഞ്ഞടുത്തു. ആരും എന്റെ അടുത്തേക്ക് വരരുത്, കൊല്ലും ഞാൻ. അടുത്തെത്തി അവൻ അവളെ തന്നെ തുറിച്ചു നോക്കി നിന്നു. അവന്റെ കണ്ണുകളിൽ വന്യമായൊരു ഭാവമായിരുന്നു. അവൻ അവളെ തിരിച്ചറിഞ്ഞില്ല. പക്ഷേ രാധിക ഭയന്നില്ല. അവൾ കരഞ്ഞുകൊണ്ട് 2 കൈയും നീട്ടി. ചേട്ടാ, ഇത് ഞാനാ, രാധിക. ഞാൻ തിരിച്ചു വന്നു. ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. അവൾ ആ അലർച്ചയെ വകവയ്ക്കാതെ ആ വെട്ടുകുത്തിക്ക് മുന്നിലേക്ക് നടന്നുകൊണ്ട് അവനെ ചെന്ന് കെട്ടിപ്പിടിച്ചു. ആ സ്നേഹത്തിനു മുന്നിൽ, ആ ആലിംഗനത്തിനു മുന്നിൽ അവന്റെ കയ്യിലെ വെട്ടുകുത്തി താഴെ വീണു. അവന്റെ ശരീരം വിറച്ചു. അവനൊരു കൊച്ചുകുട്ടിയെപ്പോലെ അവളുടെ തോളിൽ മുഖമമർത്തി തേങ്ങിക്കരഞ്ഞു. നീ പോയി, നീ എന്നെ ഇട്ടിട്ട് പോയതാടാ. അവൻ തേങ്ങിക്കൊണ്ടിരുന്നു. അവൾ അവന്റെ പുറത്ത് തലോടി. സാരമില്ല, ഞാൻ വന്നില്ലേ, ഞാൻ വന്നല്ലോ, ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോഴാണ് അവളത് ശ്രദ്ധിച്ചത്. സുരേഷിന്റെ പുറത്ത് ഷർട്ട് കീറിയതിനിടയിലൂടെ നീലിച്ച പാടുകൾ, വടികൊണ്ട് തല്ലിയതുപോലെ തടിച്ച പാടുകൾ. സങ്കടവും ദേഷ്യവും അടക്കാനാവാതെ അവരുടെ ഉള്ളം കത്തി. അവൾ സുരേഷിനെ പതുക്കെ കട്ടിലിലിരുത്തി. താഴെ കിടന്ന വെട്ടുകുത്തി കയ്യിലെടുത്തു. ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ പുറത്തേക്കിറങ്ങി. വാതിൽക്കൽ ഭയന്നു നിന്ന എല്ലാവർക്കും നേരെ അവൾ അലറി. ആരാണാ പാവത്തിന് ഇങ്ങനെ തല്ലിയത്? രമയും ഉഷയും ഭയന്ന് പിന്നോട്ടു മാറി. സുരേഷിന്റെ അനിയന്മാർ തല താഴ്ത്തി നിന്നു. അത് ചേച്ചി, അസുഖം വന്നാൽ അവൻ എല്ലാവരെയും ഉപദ്രവിക്കും. പുറത്തുനിന്നും അവനെ അകത്തേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ഞങ്ങളെ തല്ലിയപ്പോ തടയാൻ വേണ്ടി അനിയൻ വിക്കി. തടയാൻ വേണ്ടി തല്ലിച്ചതച്ചോ? നിങ്ങൾക്ക് ഇത്രയും കണ്ണിൽ ചോരയില്ലാതെ ആയിപ്പോയല്ലോ. നിങ്ങളുടെ ഒരു ഏട്ടനല്ലേ അത്? ഈ അവസ്ഥ നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ നാളെ വരില്ലെന്നോ നിങ്ങൾക്കെന്താണ് ഉറപ്പ്? അവൾ രമയുടെയും ഉഷയുടെയും നേരെ തിരിഞ്ഞു. നിങ്ങളാണല്ലേ? നിങ്ങളെന്താ അവനോട് പറഞ്ഞത്? ഞാൻ ഉപേക്ഷിച്ചു പോയെന്നോ? നിങ്ങളല്ലേ ഇതിനെല്ലാം കാരണം? അവർ മിണ്ടാതെ നിന്നപ്പോൾ അവൾ അലറി. ഇനി എന്റെ ഭർത്താവിനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ, അല്ലെങ്കിൽ വാക്കുകൊണ്ട് നോവിച്ചാൽ, ഞാനും ഒരു ഭ്രാന്തിയായി മാറും, പറഞ്ഞേക്കാം. അവൾ വെട്ടുകത്തി മുറ്റത്തേക്കെറിഞ്ഞു. അവരുടെ ആ ഭാവമാറ്റം കണ്ട് എല്ലാവരും ഭയന്നുപോയിരുന്നു. മാധവമേനോനും ജാനകിയും കുറ്റബോധത്തോടെ തലതാഴ്ത്തി നിന്നു. അപ്പോഴേക്കും പുറത്ത് മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള വാൻ വന്ന് നിന്നിരുന്നു. വീണ്ടും അകത്തേക്ക് കയറിയ അവൾ സുരേഷിന്റെ കയ്യിൽ പിടിച്ചു. ചേട്ടാ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ കൂടെയുണ്ട്, ചേട്ടന് സുഖമാകാൻ. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവളുടെ പിന്നാലെ വണ്ടിയിലേക്ക് കയറിയ സുരേഷിനെ എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി നിന്നു. 2 മാസത്തെ ആശുപത്രിവാസം, അതൊരു നരകമായിരുന്നു. രാധിക എല്ലാ ദിവസവും അവനെ കാണാൻ പോകുമായിരുന്നു. മരുന്നുകളുടെ മയക്കത്തിൽ ചിലപ്പോൾ അവളെ തിരിച്ചറിയാതെ, മറ്റു ചിലപ്പോൾ കുട്ടികളെപ്പോലെ കരഞ്ഞുകൊണ്ട് അവനാ മുറിയിൽ കഴിഞ്ഞു. അവൾ അവന് ഭക്ഷണം വാരിക്കൊടുത്തു. അവനോട് നിർത്താതെ സംസാരിച്ചു. ഈ സമയത്ത് തറവാട്ടിൽ രാധികയുടെ സ്ഥാനം ഉറച്ചിരുന്നു. രമയും ഉഷയും അവളോട് സംസാരിക്കാൻ ഭയന്നു. മാധവമേനോനും ജാനകിക്കും അവൾ മരുമകളല്ല, മകൾ തന്നെയായി. മോളെ, ഞങ്ങൾക്ക് തെറ്റുപറ്റി. എന്റെ മോനെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ജാനകിയമ്മ അവളോട് കരഞ്ഞു പറഞ്ഞു. സാരയില്ലമ്മേ, ഇനി എല്ലാം ശരിയാകും, നമ്മൾ ശരിയാക്കും. രാധിക അവരെ ആശ്വസിപ്പിച്ചു. രാധികയുടെ അനിയത്തിയുടെ കല്യാണം അവളില്ലാതെ തന്നെ ഭംഗിയായി നടന്നു. എല്ലാത്തിനും മേൽനോട്ടം വഹിച്ച് മാധവമേനോൻ തന്നെ നിന്നു. 2 മാസത്തെ ചികിത്സയ്ക്കു ശേഷം വീട്ടിലേക്ക് മടങ്ങി വന്ന സുരേഷ് ആകെ ക്ഷീണിതനായിരുന്നു.
മരുന്നുകളുടെ മയക്കത്തിൽ അവന്റെ കണ്ണുകൾ പാതി അടഞ്ഞിരുന്നു. അവൻ നേരെ ചെന്ന് രാധികയുടെ മടിയിൽ തലവെച്ചു കിടന്നു. ആ വീട്ടിൽ, ആ മടിത്തട്ടിലല്ലാതെ മറ്റൊരിടത്തും അവന് സമാധാനം കിട്ടില്ലായിരുന്നു. 2 മാസം കൊണ്ട് എല്ലും തോലുമായ തന്റെ ഭർത്താവിന്റെ രൂപം കണ്ട് സഹിക്കാൻ കഴിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ അവന്റെ മുടിയിഴകളിൽ വിരലൊടിച്ചു. അവളുടെ കണ്ണുനീർ മുഖത്തിറ്റുവീണതും സുരേഷ് പതുക്കെ കണ്ണു തുറന്നു. രാധേ, എന്തിനാ നീ കരയുന്നത്? നിനക്കും മടുത്തോ എന്നെ? എല്ലാവരെയും വെറുപ്പിക്കാൻ വേണ്ടി എന്തിനാണ് ദൈവമേ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നത്? എന്നെ അങ്ങോട്ട് പറഞ്ഞു മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ അവൾ അയാളുടെ വായ പൊത്തി. ചേട്ടാ, ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ, എനിക്കൊരുപാട് സങ്കടമാകും. അവൾ കരയാൻ തുടങ്ങിയിരുന്നു. രാധേ, എന്തിനാ നീ അന്ന് വീട്ടിലേക്ക് പോയത്? നിനക്കറിയുമോ, നീ പോയതിനു ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല. അവർ പറഞ്ഞു നീ എന്നെ ഉപേക്ഷിച്ചു പോയെന്ന് പറഞ്ഞു. എനിക്ക് പണം തന്നിട്ടാണ് നിന്നെ ഇവിടെ നിർത്തിയത് എന്നു പറഞ്ഞു. ഇവിടെ ആർക്കും എന്നെ വേണ്ട, നീയും എന്നെ ഒഴിവാക്കിപ്പോയെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഒരുപാട് കരഞ്ഞു. പിന്നെ ഇവിടെ സംഭവിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല. ചേട്ടാ, ഇനി അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഇനി ഞാൻ നിങ്ങളെ വിട്ട് എങ്ങോട്ടും പോകില്ല. അവൾ അവന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. നിങ്ങളെ വിട്ട് എനിക്ക് എങ്ങോട്ടും പോകാനില്ല. അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അതു പറ്റില്ല രാധേ. ഇനി നിനക്കെങ്ങോട്ടും പോകാം, നിന്റെ വീട്ടിലും പോകാം. ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, എന്റെ കൂടെ ആരുമില്ലെങ്കിലും ഈ ലോകം മുഴുവൻ എന്നെ ഭ്രാന്തനെന്ന് വിളിച്ചാലും നീ എന്നെ തേടി വരും. എന്റെ കൂടെ നീയുണ്ടാകും. ആ ഒരൊറ്റ ഉറപ്പ് മതി എനിക്ക്. അവരുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവന്റെ വിശ്വാസം വീണ്ടെടുക്കാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത് അവൾ സന്തോഷിച്ചു. മതി ചേട്ടാ, നിർത്താം ഇങ്ങനെയുള്ള സംസാരം. ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ? തുടർച്ചയായ ചികിത്സയും സ്നേഹത്തോടെയുള്ള പരിചരണവും ഉണ്ടായാൽ രോഗം പൂർണ്ണമായും മാറ്റാൻ കഴിയുമെന്ന്. മരുന്നു കഴിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ സ്നേഹിക്കാൻ ഞാനും റെഡിയാണ് ട്ടോ. എന്തു പറയുന്നു? അവൾ അവന്റെ നെഞ്ചിൽ തല ചായച്ചു കിടന്നുകൊണ്ട് പറഞ്ഞു. അവൻ ചിരിച്ചു. ആ തളർന്ന മുഖത്തും ഒരു പ്രകാശം വന്നു. സ്നേഹം ഇങ്ങനെ മാത്രം പോരാ കേട്ടോ, അവൾ പതുക്കെ പറഞ്ഞു. പിന്നെ അവൻ നെറ്റിച്ചുളിച്ചു. നിങ്ങളുടെ അനിയന്മാർക്കൊക്കെ 2-3 മക്കളായി, നമുക്കും വേണ്ടേ? ചിരിച്ചുകൊണ്ടവൾ അവന്റെ വയറ്റിലൊന്ന് ഞുള്ളി. ആദ്യമായി സുരേഷ് നാണത്തോടെ മുഖം തിരിച്ചു. അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ആ വലിയ വീട്ടിൽ ഭാവിയെക്കുറിച്ചുള്ള നേരിയൊരു ശുഭപ്രതീക്ഷയുടെ വെളിച്ചം പരന്നു.